സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം ഓഗസ്റ്റ് മാസം പകുതിയോടെ നിലവിൽ വരുമെന്ന് സൂചന. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ പിൻവലിക്കില്ല എന്നും അറിയുന്നു. ടൂറിസം മേഖലയിൽ നേട്ടമുണ്ടാകുമെന്നും ഡ്രൈ ഡേ പിൻവലിച്ചാൽ 12 അധിക പ്രവൃത്തി ദിനങ്ങൾ കിട്ടുന്നതിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കുമെന്നും നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും 1-ാം തീയതിയിലെ അവധി തുടരാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ബാർ ഉടമകൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള നിരവധി മാറ്റങ്ങൾ നയത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. ടൂറിസം മേഖലയ്ക്ക് ഗുണമാകുമെന്നും കേരളത്തിൽ 1-ാം തീയതി മദ്യം ലഭിക്കാത്തതിനാൽ നിരവധി വൻകിട കമ്പനികളുടെ യോഗങ്ങളും മറ്റും സംസ്ഥാനത്തിന് ലഭിക്കാതെ പോകുന്നുവെന്നും വിവിധ വകുപ്പുകളുമായി നടത്തിയ ചർച്ചയിൽ അഭിപ്രായം ഉയർന്നുവെങ്കിലും ഡ്രൈ ഡേ പിൻവലിക്കുന്നതിന് സർക്കാർ തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഡ്രൈ ഡേ ഒഴിവാക്കാതെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുന്ന നിരവധി മാറ്റങ്ങൾ ബാറുകൾ കേന്ദ്രീകരിച്ചുണ്ടാകുമെന്നാണ് സൂചന. ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഉൾപ്പെടെ മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പ്രീമിയം ബ്രാൻഡിലെ മദ്യം വീട്ടിലെത്തിക്കുന്ന ഓൺലൈൻ വിൽപ്പനയുടെ കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് വിവരം. എങ്കിലും അതിനും സാധ്യത കാണുന്നു. ദുരുപയോഗ സാധ്യതയും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് ഉണ്ടാകാനിടയുള്ള എതിർപ്പും കാരണം വിശദമായി ആലോചിച്ച ശേഷം മാത്രം മതി അന്തിമ തീരുമാനമെന്ന നിലപാടിലാണ് സർക്കാർ. ഹോം ഡെലിവറി കൊണ്ടുള്ള നേട്ടങ്ങൾ, ബെവ്കോ, കൺസ്യൂമർ ഫെഡ്, ചില്ലറ വിൽപ്പനശാലകളിലെ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനാവും എന്നത് മാത്രമല്ല, വീടുകളിൽ എത്തിക്കുന്നതിന് 3000 പേർക്കെങ്കിലും ജോലി സാധ്യത കൂടി ലഭിക്കുമെന്നതാണ്. പ്രീമിയം ബ്രാൻഡുകളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിലൂടെ സർക്കാരിന്റെ വരുമാനവും കൂടും. മദ്യവിൽപ്പനയിൽ 2022-23 വർഷത്തിൽ 18,530 കോടിയായിരുന്നു സർക്കാരിന്റെ വരുമാനം. 2023-24 ഇത് 19,088 കോടിയായി ഉയർന്നു. അതായത് മുൻ വർഷത്തേതിൽ നിന്നും 557 കോടിയുടെ വർധന.